ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഉത്സവപ്പറമ്പ്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കഥകളുണ്ട്. അതിലൊരു കഥയിലേക്ക് നമുക്ക് പോയാലും ഇതാണ് പയ്യന്മാരുടെ കഥയാണ്. ദ ബയോപിക് ഓഫ് 1000 യുവാക്കൾ. പുള്ളി പായ്ക്കുന്നു ബാബു. ചേട്ടാ, ഈ ഡൊറേമോൻ അല്ലാതെ പോക്കിമോൻ ഉണ്ടോ? ചോട്ടാ ഭീം ഉണ്ടോ? ചുട്കി രാജു ഉണ്ടോ? രാജു ഇല്ലയോ? ഡിനോസർ ഉണ്ടോ വലുത്? ഇതല്ലാതെ വലുതുണ്ടോ? ആ മാസ്കിന് എത്ര? ആ മാസ്ക് ചണ്ടമിളക്കാര് പോയോ? ആയിരിക്കും കുറച്ച്. ചേട്ടാ, ഏത്തയ്ക്ക ഉപ്പേരിക്ക് എന്താ വില? ഡിസ്കൗണ്ട് വരുമോ? 150 രൂപകളൊന്നും ഇല്ല. കുറച്ച് തരുമോ? രാവിലെ ചുമ്മാ ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. നിങ്ങളുടെ അച്ഛൻ കൊച്ചച്ഛനെ ഈ മയിൽപ്പീല് വെച്ച മേടിച്ചു. പുറത്തത് മെയിൻ, മയിൽപ്പീല് വെച്ചത് മെയിൻ്റെ മെയിൻ. എന്തോടാ ലോറിയൊക്കെ പൊക്കുന്നത്? കഴിഞ്ഞ ഉത്സവത്തിന് ക്രെയിം വരെ പൊക്കിയ ടീംസ്. അടിച്ചു മാറ്റാൻ പറ്റിയ സമയം അതൊരു കറിക്കും. അടിച്ചു മാറ്റിക്കണം. വേറെ വഴിയില്ല, കൂട്ടുകാരന്റെ വീടാണ്. വണ്ടി ഇവിടെ വെക്കാൻ പറ്റത്തില്ല. എടുത്തോളൂടാ. ഇത് അച്ഛൻ്റെ വണ്ടിയാ. അച്ഛൻ്റെ വണ്ടിയല്ല, അമ്മയുടെ വണ്ടിയല്ല. എടുത്തോളൂടാ. ഞാൻ മെയിനാ. എനിക്കിത് കെട്ടിയാൽ ഇവിടെ ആരും കണ്ടുകൊടുത്താ കണ്ടുകൂടാ. പൊക്കോ. ഓടാ. ബാഡ്ജ് കയറി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സ്വന്തം മോനെപ്പോഴും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഓടാ. പോവാച്ചാ. പൊക്കോ. കൂടെ പഠിച്ച ഫ്രണ്ട്സിനെ വല്ലതും കണ്ടായിരുന്നെങ്കിലേ എന്തെങ്കിലും വാങ്ങിത്തരാൻ വേണ്ടി പറയാം. ജിതിൻ വാ, അവനെ കൊണ്ട് വല്ലതും മേടിപ്പിക്കാം. എടാ ജിതിനെ 2 കുലിക്ക് പറയട്ടെ. ഞങ്ങൾക്ക് മേടിച്ചു തന്നാ മതി. 2 കുലിക്ക്. പറഞ്ഞ മനസ്സിലാവില്ല. എണ്ണ ഒഴിക്കുന്നതിന് തിരിയിട്ടുണ്ടായോ? തിരികെ എടുത്തോണ്ട് 2 എണ്ണം വേണം. 2 എണ്ണം. അങ്ങോട്ടൊന്ന് പോയി നോക്ക് എന്താന്ന് വെച്ചാ. അല്ല ഞാൻ എന്താ ആന തെറ്റിപ്പെട്ട എടുക്കുന്നില്ലെന്നോ? സുഭാഷ് മാർഗെന്ന് പറയാ മതി. സുഭാഷ് ഞാനാ ഇങ്ങോട്ട് വല്ലവരും വാങ്ങിച്ചെന്നുണ്ടായിരിക്കും. നല്ല ടേസ്റ്റ്. നിനക്ക് വേണ്ടായോ? കുടി. കപ്പലിന്റെ കപ്പലിനോട് മേടിച്ചാ. കപ്പലിനോടാ എനിക്കറിയാന്ന്. അതുകൊണ്ട് അവിടെ പന്തം കത്തിക്കാൻ നിൽപ്പുണ്ട്. പോയി കത്തിച്ചിട്ട് വാ. നീ ആ ചെണ്ടക്കാരെ ഒന്ന് മാനേജ് ചെയ്യും. അത് പറഞ്ഞിട്ടല്ല, നിങ്ങൾ മുതിർന്ന ആൾക്കാരെ എന്ന് പറഞ്ഞാലേ ഒക്കത്തുള്ളൂ. ചെല്ല്. കൈ കഴിക്കുന്നുണ്ടെ പറയണം കേട്ടോ.
വേറെ ആരും കാണുന്നില്ലല്ലോ. എടാ അതുകൊണ്ടാ വിഷ്ണു അവനെ കൊണ്ടേ ആ ബോംബെ പോട് വായിപ്പിക്കാം. എല്ലാരും ഒന്നും ജീവിക്കാതെ വല്ല പണിയും ചെയ്ത് ജീവിക്കടാ. അതാണ്ടാ ആ ചെറുക്ക കുലുക്കി ഉണ്ടാക്കുന്ന കണ്ടോടാ. അതൊക്കെ കണ്ട് പടിയടാ, വല്ല ഉണ്ടാക്കി തിന്നടാ. ബോംബെപ്പോടെ വേണ്ടല്ലേ? നമ്മളും തുടങ്ങും. കുലിക്കടയില്ലയോ? ജീവിക്കാനായിട്ട് ആ ജംഗ്ഷനിൽ നമ്മൾ തുടങ്ങിയിരിക്കും നാളെ. നിനക്ക് പണിയെടുക്കും. ഒരു പ്രശ്നമില്ല, കാണിച്ചാലോ. ഇവിടെ വന്ന് കിടക്കുന്നു. തറവാടൊക്കെ കൊടുത്തിട്ടാണ് ഈ ഐസ്ക്രീം വിൽക്കാൻ വന്നേക്കുന്നത്. അല്ല നമുക്ക് അവിടെ പരിചയമൊന്നുമില്ല. പരിചയമൊന്നുമില്ല. പരിചയമില്ല. ഇല്ല ഇല്ല. എടാ നമ്മൾ തുടങ്ങാൻ പോന്നേ സാധാ കുലിക്കല്ല, കുലിക്കിയുടെ കുലിക്കുക. തറവാടക കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല ഇല്ല. ഞങ്ങളെ കമ്മിറ്റിക്കാരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരും. എല്ലാവർക്കും ഓരോ ഐസ്ക്രീം വെച്ച് കൊടുക്കണം. കമ്മിറ്റിയിൽ മൊത്തം 50 പേരേ ഉള്ളൂ. ഓക്കെ ആണോ? അതിന്റെ കൂടെ ഫ്രീ ആയിട്ടേ ഈ വണ്ടി കൂടെ ഞാൻ അങ്ങനെ തരാം. ആ അപ്പൊ മൊത്തത്തിൽ അങ്ങനെ കിട്ടും. ഓക്കെ. എടാ നിന്റെയൊക്കെ കുലുക്കി കടയിൽ നിന്ന് ഗ്ലാസ് തെറിച്ച് എന്റെ തലയാ പൊട്ടിയത്. നിന്റെ കുലുക്കി കട ഞാൻ നടത്താടാ. ഇങ്ങോട്ട് മാറി പൊട്ടിയാടാ, പൊട്ടി ചോര ഒലിക്കുന്നുണ്ട് കേട്ടോ. ഉത്സവപ്പറമ്പ് പോയിട്ട് പോലീസുകാർ 2 പയ്യന്മാര് തല്ലുന്നു. നിങ്ങൾ ഇടപെടുന്നില്ലേ? ഇങ്ങോട്ട് മാറിക്കണം, അങ്ങോട്ട് ഇങ്ങോട്ട് മാറിക്ക്, ഇങ്ങോട്ട് മാറിക്കാൻ പറഞ്ഞ ഇങ്ങോട്ട് മാറിക്കണം, അല്ല അങ്ങോട്ടല്ല പോണ്ടേ. ഏത് നാരിക്കാണ് അമ്പലപ്പറമ്പിൽ കയറി ഞങ്ങളെ പിള്ളാരെ തള്ളണ്ടേ? വാടാ തലാനീ വാടാ. ഞാനാടാ നാറി. എന്റെ പിള്ളാരെ ഇങ്ങോട്ട് ഓടിക്കാണ്, നിക്കണ അവിടെ, ഇങ്ങോട്ട് വാടാ. അച്ഛാ സോറി അച്ഛാ. കുഴപ്പമില്ല മക്കളെ, എന്നാലും നിങ്ങൾ കുലുക്കി കട നടത്തിയല്ലോ. എന്നാ ലാഭം കിട്ടി മക്കളെ? ലാഭമൊന്നും കിട്ടിയില്ല. അപ്പൊ അത്ര ആള് കേറിയതോ? ഓ അവരെല്ലാം ഞങ്ങളുടെ കുലുക്ക് കാണാൻ വേണ്ടി കയറിയായിരുന്നു. ആരും ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. പക്ഷെ ഇച്ചിരി നഷ്ടം വന്നു കേട്ടോ. അമ്മ നമ്മുടെ വീടിന്റെ മച്ചിപ്പുറത്ത് ആരും കാണാതെ ഒരു 100 ക്ലാസ് എടുത്ത് മാറ്റിക്കിട്ടില്ലായിരുന്നു ഈ ബന്ധുക്കളൊക്കെ വരുമ്പോ കൊടുക്കാൻ വേണ്ടി. അതാ എടുത്ത് 120 പൊട്ടിപ്പോയ. അയ്യോ